ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹാർവെസ്റ്റിംഗ് അല്ല കേട്ടോ കാണിക്കുന്നത്. ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറീൻ്റെ തൈകളൊക്കെ നമ്മൾ നടണമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് നടീൽ പ്രവർത്തനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതേ കുറേ ഇഞ്ചീൻ്റെ തൈകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ചാക്കിലും മണ്ണ് നിറച്ചിട്ട് ഈ തൈകളൊക്കെ മാറ്റി നടാമെന്ന് വിചാരിക്കുന്നു. ഇഞ്ചി മാത്രമല്ല, മുളകും ക്യാരറ്റും ഒക്കെ മാറ്റി നടണം. ഇവിടെ എനിക്ക് ഒരുപാട് വിളവ് തരുന്ന ഒരെണ്ണമാണ് മുളകും ക്യാരറ്റും ഒക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി നടണം. ദേ പറിച്ചെടുത്തിട്ടുള്ള ഇഞ്ചി തൈകളെല്ലാം രണ്ടെണ്ണം വീതം വെച്ചിട്ട് എല്ലാ ചാക്കിലും നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നട്ടു കൊടുത്ത ചാക്കിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മണ്ണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ ഉണ്ടായി നിൽക്കുന്ന നമ്മുടെ മുളകും തൈയൊക്കെ മാറ്റി പറിച്ച് വേറൊരു ബെഡിലേക്ക് നട്ടിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പരിപാലിക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് മുളക് കിട്ടും കേട്ടോ. ഞാൻ മുളക് കടയിൽ പോയി വാങ്ങാറേ ഇല്ല, എല്ലാം കൃഷിത്തോട്ടത്തിൽ ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നെൽസൺ ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാരറ്റിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ തൈ കാണാത്തവർക്ക് വേണമെങ്കിൽ ഇതാണ് കേട്ടോ ക്യാരറ്റിൻ്റെ തൈ എന്ന് പറയുന്നത്. വളരെ കുഞ്ഞു തൈകളായിരിക്കും. ഇത് ഉണ്ടാകുമ്പോൾ തന്നെ ഇളക്കമുള്ള മണ്ണിൽ ഇങ്ങനെ മാറ്റി മാറ്റി നടുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റിന് നല്ല വലുപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.